ഹലോ എവരിവൺ, അപ്പോൾ വെൽക്കം ടു അനദർ ഡേ എന്ന് പറയുമ്പം ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു ഫെബ്രുവരി 5th വ്ലോഗാണിത്. ഇപ്പോൾ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിക്വസ്റ്റഡ് വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോളേജിലേക്കാണ്. നമുക്ക് 7th എക്സാം, 5th നമ്മൾ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പോണ വഴിക്ക് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, വെയിലില്ലാതെ ഒരു സൈഡ് സീറ്റ് കിട്ടണേന്ന് പ്രാർത്ഥിച്ചിട്ട് അതൊട്ട് നടന്നതുമില്ല. ചിന്നക്കടയിൽ ചെന്നപ്പോഴാണ് ഒടുക്കത്തെ വെയിൽ കാരണം സഹിക്കാൻ വയ്യ. പിന്നെ ഞാനൊരു കൂട്ടുകാരി കാര്യത്തിലാണ് ചിന്നക്കടയിലേക്ക് നിന്നത്. അവളൊഴിച്ച് വരേണ്ട ബാക്കി എല്ലാവരും വന്നു. അപ്പോഴാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. അവൾ ഒറ്റയ്ക്കല്ല വരുന്നത്, ബാക്കി എല്ലാവരെയും കൂട്ടിയിട്ടാണ് അവൾ വരുന്നത് എന്ന്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമാണ്, ഇനിയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വരാനുണ്ട്, ആ കുട്ടിയെ കാത്തിട്ട് അവിടെ നിൽക്കണമെന്ന്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽപ്പുണ്ട് എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതോടുകൂടി നമ്മൾ നേരെ ബസ് കയറി അങ്ങോട്ടേക്ക് വിട്ട്. ബസ്സാണെങ്കിലോട്ട് കറങ്ങിയിട്ടാണ് പോകുന്നത്. വി പാർക്കിൻ്റെ അടുത്തൂടെയൊക്കെയാണ് ബസ് പോകുന്നത്. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന്. ഒടുവിൽ ഞങ്ങളെ സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്ക് വീണ്ടും വെയിൽ. പിന്നെ ഓരോരുത്തർ അവിടെ കൊടയൊക്കെ പിടിച്ച് കാത്തു നിന്ന്. പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വേണം ഞങ്ങളെ കോളേജിലേക്ക് പോകാൻ. ബിക്കോസ് അവിടെ നിന്ന് ഒരു 1-2 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഞങ്ങൾക്ക് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾ അതിൽ മൊത്തം 10ൻ്റെ തൊട്ട്, ഇതെന്തോടാ 10ൻ്റെ തൊട്ടിൻ്റെ ശേഖരണം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നറിയാൻ വയ്യ. ശേഷം ഞങ്ങളൊരു 4-5 പേരാണ് ഒരു ഓട്ടോയിൽ ഒരുമിച്ച് പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കോളേജിൽ ചെന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ ഉണ്ടോ എല്ലാണോ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഇത്ര നേരത്തെ വന്നേന്ന്. പിന്നെ നമ്മൾ സ്റ്റഡി ലീവിനെ കുറിച്ച്, പിന്നെ എക്സാമിൻ്റെ സങ്കടത്തെക്കുറിച്ചും ട്രോമയായി വിഷമങ്ങളായി കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മാം വന്ന് പറഞ്ഞത് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ സമയമായി, ഫോട്ടോയുമായിട്ട് വരാനെന്ന്. പിന്നെ നമ്മൾ നേരെ ഫോട്ടോയും മേടിച്ച് ചെന്നപ്പോഴുണ്ട് ഇതേ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പറും എത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് ഹോൾ ടിക്കറ്റ് കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, അയ്യോ എക്സാം ആണല്ലോ, ഇനി അങ്ങോട്ട് പഠിക്കണമല്ലോ എന്ന്. അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് ഈ വ്ളോഗ് ഇടാനത്. ആ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിറ്റേ ദിവസം എക്സാം ആണല്ലോ, വ്ളോഗ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പം അതാണ്ടാ നമ്മുടെ ഫയൽ കൊണ്ടുവന്ന്, ഇതുണ്ടെങ്കിലേ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങളെല്ലാം പഠിച്ച് പാസ്സായിരിക്കുകയെന്ന്. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് വിട്ട്. അതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ, ശക്തികുളങ്ങര അമ്പലത്തിലെ ഉത്സവമാണ്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ വീണ്ടും ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ മാത്രമല്ല, ഇവരെല്ലാം ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാനത് അറിഞ്ഞിരുന്നില്ല. അപ്പം ശരി ഗൈസ്, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. സ്റ്റേ ട്യൂൺ, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.